വന്യമൃഗശല്യത്തിനെതിരെ തെന്മല വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് ഓഫീസിൽ PS സുബാൽ MLA നേതൃത്വത്തിൽ ലഘൂകരണ യോഗം ചേർന്നു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരു സുവർണാതരവ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പകൽ സമയത്ത് കൃഷിയിടത്തിൽ ജോലി ചെയ്തു വന്ന രഘുനാഥൻ പിള്ളയുടെ മരണത്തെ തുടർന്ന് വന്യമൃഗശല്യം തടയുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് ലഘൂകരണ യോഗം ചേർന്നത്. തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ എന്നീ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഒറ്റക്കൽ പാണ്ഡവൻപാറയുടെ സമീപത്തായി പുലിക്കൂട് സ്ഥാപിക്കണമെന്നും പഞ്ചായത്ത് നേരിട്ട് പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി സ്വീകരിക്കണം, മലയെണ്ണാൻ, ആന, പുലി, പന്നി തുടങ്ങിയവയുടെ ശല്യം ഒഴിവാക്കാൻ സോളാർ ഫെൻസിംഗ് വേലികൾ പൂർത്തീകരിക്കാനുള്ളിടത്ത് പൂർത്തീകരിക്കണമെന്നും MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തെന്മല, ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ 10 കിലോമീറ്റർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടം എന്ന നിലയിൽ 1,20,00,000 രൂപയുടെ ഫണ്ട് ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ഉടൻ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും MLA യോഗത്തിൽ അറിയിച്ചു. മാത്രമല്ല, കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ചാലിയക്കര സ്വദേശിയായ രഘുനാഥന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട 10 ലക്ഷം രൂപ അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും രഘുനാഥൻ പിള്ളയുടെ മകൾക്ക് ഫോറസ്റ്റ് വകുപ്പിൽ താൽക്കാലികമായി ജോലി നൽകാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. കൂടാതെ രഘുനാഥൻ പിള്ളയുടെ കുടുംബത്തിന് KIP കനാൽ പുറമ്പോക്കിൽ വീട് വയ്ക്കാനുള്ള ഭൂമി അനുവദിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നാണ്. അതായത് നമുക്ക് ഇപ്പോൾ CCF-യുമായിട്ട് ബന്ധപ്പെട്ടു അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർക്ക് പൈസ കൈമാറാനും ജോലിയുടെ കാര്യത്തിൽ ആവശ്യമായ ക്രമീകരണവും ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നടപടികളുണ്ടാകും. മറ്റൊന്നുള്ളത് വസ്തുവും വീടിൻ്റെയും കാര്യം ഞാൻ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സ്പോട്ടിൽ അവരെ അയച്ചിരുന്നു. അപ്പോൾ നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഒരു അനുയോജ്യമായ ഭൂമി കണ്ടെത്തിയിട്ടില്ല. എന്നാൽ KIP-യുടെ സ്ഥലമുണ്ട്, 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു ആലോചന നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് പെട്ടെന്ന് തയ്യാറാക്കി ഗവൺമെൻറ്റിൽ കൊടുത്ത് കഴിയുമെങ്കിൽ ക്യാബിനറ്റിൽ അത് പ്ലേസ് ചെയ്ത് അതിനോടൊരു നീക്കമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ റവന്യൂ അധികാരികൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ ഭൂമി എവിടെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ ആ നിലയ്ക്ക് നമുക്ക് കാര്യങ്ങൾ ഇവിടെ ഈ ഗവൺമെൻറ് തീരുമാനമൊന്നും ഇല്ലാതെ ഇവിടെ കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് അങ്ങനെയായിട്ട് ക്രമീകരിക്കാൻ കഴിയും. അതിലൊരു സാധ്യതയും നമ്മൾ നോക്കുന്നു. ആ നടപടികളെല്ലാം വേഗത്തിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ അത് തന്നെ നമ്മൾ ഈ പന്നിയുടെ ഒരു വലിയ വലിയ ശല്യം നമ്മുടെ നാട്ടിലുണ്ട്. ആര്യങ്കാവ് പഞ്ചായത്തിനും കൽവലയും മറ്റെല്ലാ പഞ്ചായത്തിനും അത് അനുഭവിക്കുന്നു. അപ്പോൾ അത് തീരുമാനിച്ചത് പെട്ടെന്ന് നമുക്ക് ഒരു RRP അടിയന്തരമായി ഇടപെട്ട് ഇതിനെ പങ്കെടുക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നതാണ്. അത് എത്രത്തോളം സക്സസ് ആയതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് അതല്ലെങ്കിൽ RRP ആയിട്ട് ചുമതലയെടുത്ത് പോയതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ അപ്പോൾ ഈ പറഞ്ഞ ആനയുടെ പ്രശ്നമാണെങ്കിൽ നമുക്കിപ്പോൾ തെന്മല റേഞ്ചിനെ സംബന്ധിച്ച് നമ്മളെ ഈ ആനവട്ടമൊക്കെ എളമൻ ഭാഗത്ത് ഒരു 3.5 കിലോമീറ്റർ നമ്മൾ അന്ന് സോളാർ ഫെൻസിങ്ങിന് വേണ്ടി മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാണ്. ഇവിടെ ഇന്ദിരാനഗർ റൈഷാപ്പാലം ആ പ്രദേശം 2 പ്രദേശത്തും കൂടെ ഒരു 7 കിലോമീറ്റർ ദൂരം നമ്മളിപ്പോൾ ഹാങ്ങിങ് ഫെൻസിങ് തന്നെ ചെയ്യാനായിട്ട് ഇപ്പോൾ MOU അപ്രൂവലായി വന്നിട്ടുണ്ട്. ഇന്ന് എസ്റ്റിമേറ്റ് റെഡിയായിട്ടുണ്ട്. 78 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ടെൻഡർ ചെയ്യുന്നു. CCF പാസ്സായി. അതെ സാർ, അതും കൂടെ ആകുമ്പോൾ ഈ പ്രദേശത്തിന്റെ നമ്മൾ നബാർഡിൽ ഫണ്ട് വകയിരുത്തി വർക്ക് അനുവദിച്ച സിൽക്കിന് അനുവദിച്ച ആ ഒരു 4 കിലോമീറ്റർ പൂത്തോട്ടം 10 ഏക്കർ ഭാഗത്ത് ഹാങ്ങിങ് ഫെൻസിംഗ് കൂടെ ആയ ഈ പ്രദേശം തെന്മലയിൽ നമുക്ക് ഒരു വിധമുള്ള ആനശല്യം എല്ലാം ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ഉറവിലെ പുലിയുടെ കേസും അത് തന്നെയാണ് സാർ. കുറേ പറമ്പുകൾ ആൾക്കാരുടെ കൈവശമുള്ള 10-15 ഏക്കറുള്ള സ്ഥലങ്ങൾ കാട് വെട്ടാതെ കിടന്നതാണ്. അവിടെ പുലി വന്ന് കമ്പനി മെമ്പർ പറഞ്ഞ വളരെ ശരിയാണ്. പാറക്കെട്ടുകളിലൊക്കെ വന്ന് അന്ന് ഇവിടെ ഈ ഒറ്റക്കൽ ഭാഗത്തും ആ പാറക്കെട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അത് പട്ടിയെ പിടിക്കുന്നു. അത് പിന്നെ ആ പ്രദേശത്ത് അങ്ങോട്ട് വരുന്നില്ല. അത് കഴിഞ്ഞ് വേറെ കുറച്ച് ദൂരം മാറിയാണ് അടുത്തത് പിടിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ക്യാമറ വയ്ക്കുന്നുണ്ട്. ക്യാമറ വെച്ചിട്ട് അതിൽ പെടുമ്പോൾ ഇതിൻ്റെ വരവ് അനുസരിച്ച് നമുക്ക് കൂടുകൊണ്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഒന്നും അത് ക്യാമറയിൽ പെട്ടിട്ടില്ല ആ ഭാഗത്ത്.
ഈ കാർഡ് എടുക്കാനുള്ള കഴിഞ്ഞ മീറ്റിംഗിലും പഞ്ചായത്തിൽ പറഞ്ഞു സാറ്. അവര് അഥവാ പറമ്പുകാർ തന്നെ കാർഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ചെലവില് അത് കാർഡ് വെട്ടിയിട്ട് അവരിൽ പൈസ ഈടാക്കണമെന്നുള്ളതാണ്. അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരെടുത്തില്ലെങ്കിൽ. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരു സുവർണാദരവ്. അക്ഷരങ്ങളുടെ ലോകത്ത് ചരിത്രം കുറിക്കാൻ ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ. മലയാള സാഹിത്യ മേഖലയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയായ 5,01,000 രൂപയുടെ ഭാഷാ കേസരി പുരസ്കാരവും ഏറ്റവും മികച്ച കൃതിക്കുള്ള 5,01,000 രൂപയുടെ എഴുത്തമ്മ പുരസ്കാരവും സമർപ്പിക്കപ്പെടുന്നതിനോടൊപ്പം സാഹിത്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ 25 പേർക്കും പുരസ്കാരങ്ങൾ നൽകുന്നു. 2026 ഫെബ്രുവരി 25 വൈകുന്നേരം 6:30 മുതൽ പുനലൂർ വാളക്കോട് ഏരീസ് കോംപ്ലക്സിൽ വെച്ച് നടക്കുന്ന ഈ സാഹിത്യ സാംസ്കാരിക മാമാങ്കത്തിൽ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഒത്തുചേരുന്നു. ഭാഷാ സ്നേഹികൾക്ക് ഇതൊരു അഭിമാന നിമിഷം. ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാര സമർപ്പണം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന സാഹിത്യ മേഖലയിലെ പ്രതിഭകൾക്ക് സ്വാഗതം.